ലാലേട്ടൻ പറഞ്ഞാൽ ശരി. അറിയത്തില്ല, കറക്റ്റ് അറിയത്തില്ല. മോഹൻലാലൊക്കെ ഫേക്കാന്ന് പറയുമ്പോ മോഹൻലാൽ അത്ര നാളായിട്ട് ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളല്ലേ. അപ്പോ ലാൽ സാറൊക്കെ അങ്ങനെ പറയുമ്പോ അത് ചിലപ്പോ ഫേക്ക് ആവാൻ തന്നെയാണ് ചാൻസ്. അത് ഒരുപാട് തെറ്റുകൾ പലരും ചെയ്യണ്ടല്ലോ. ഇപ്പൊ രാഷ്ട്രീയക്കാരൻ എന്തൊക്കെ നുണകൾ പറയൂ. അപ്പൊ അത് ഇതിന് നല്ലൊരു പ്ലെയർ ആണ്. അല്ല, മെയിൻ ആയിട്ട് ബിഗ് ബോസ് കാണാൻ എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്ത? എന്തുകൊണ്ടാണ് ബോസ് കാണാറേ ഇല്ല. കറക്റ്റ് ആണോ അല്ലയോ നമുക്കറിയത്തില്ല. അയാള് പറഞ്ഞതെല്ലാം മുട്ടന്നുണയാണെന്ന് മനസ്സിലായി. ഹായ് ഹലോ. ബിഗ് ബോസ് സീസൺ 5-ലെ അനിയൻ മിഥുന്റെ ജീവിതഗ്രാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിയിൽ തനിക്കൊരു കാമുകി ഉണ്ടായിരുന്നുവെന്നും ആ കാമുകി വെടിയേറ്റ് കൊല്ലപ്പെട്ടുവെന്നുമാണ് അദ്ദേഹം ആ ഒരു ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കഥ കേട്ട് അത് കള്ളക്കഥയാണ് എന്ന് പറഞ്ഞ് പ്രേക്ഷകരടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഹലോ, പേരെന്താ? പവിത്ര. താൻ ബിഗ് ബോസ് കാണാറുണ്ടോ? ഇടയ്ക്കൊക്കെ. അനിയൻ മിഥുന്റെ ഇഷ്യൂ ആണ് ഇപ്പം ബിഗ് ബോസിൽ തന്നെ കത്തി നിൽക്കുന്നത്. ബിഗ് ബോസ് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഫുൾ ആയിട്ട് കത്തി നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണത്. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? അത് ഫേക്കാന്ന് ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അറിയത്തില്ല, കറക്റ്റ് അറിയത്തില്ല. മോഹൻലാലൊക്കെ ഫേക്കാന്ന് പറയുമ്പോ മോഹൻലാൽ അത്ര നാളായിട്ട് ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളല്ലേ. അപ്പോ ലാൽ സാറൊക്കെ അങ്ങനെ പറയുമ്പോ അത് ചിലപ്പോ ഫേക്ക് ആവാൻ തന്നെയാണ് ചാൻസ്. പിന്നെ പുള്ളി ചാമ്പ്യനാന്നൊക്കെ ഉള്ളത് കറക്റ്റാന്ന് തോന്നുന്നു. അത് ഫേക്കാന്ന് തോന്നുന്നില്ല. അതിന്റെ കുറെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോ അതല്ലാണ്ട് ആർമിയിലത്തെ ഗേളിന്റെ കാര്യം അറിയത്തില്ല. ചിലപ്പോ വേറെ ആരെങ്കിലും ആയിട്ടാണോ പ്രേമത്തിലായ തള്ളുകഥയാണോന്നൊന്നും അങ്ങനെ കറക്റ്റ് ഒന്നും അറിയത്തില്ല. എന്നാലും ലാൽ സാറ് പറയുമ്പോ ചിലപ്പോ ഫേക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. സവിത, മീനാക്ഷി. നിങ്ങൾ ബിഗ് ബോസ് കാണലുണ്ടോ? എങ്ങനെയാണ്? കാണാറുണ്ട്. അപ്പോ ഇപ്പം ഈ ഇടയായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ നമ്മളുടെ അനിയൻ മിഥുന്റെ ഒരു ഇഷ്യൂ. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അങ്ങനെ ചോദിച്ചാ, അതായത് ആളൊരു കെട്ടുകഥയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു കഥ പറയുന്ന സമയത്ത് ഇത്രയും കോടാനുകോടി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളുടെ ബിഗ് ബോസ് സീസൺ 5 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അപ്പോ അത്തരത്തിലുള്ള ഒരു വേദിയിൽ അങ്ങനെയുള്ള ഒരു കെട്ടുകഥ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്താണ് പുള്ളി പറഞ്ഞത് റോങ് ആയിട്ടുള്ള കെട്ടുകഥ സംബന്ധിച്ച് പറയേണ്ട ആ ഒരു ആവശ്യം അവിടെ ഉണ്ടായില്ല. അത് പ്രത്യേകിച്ചൊന്നും അതിലെല്ലാവരും കാരണമാണ്. അതനുസരിച്ച് വർത്താനം പറയണം കൂടുതൽ. അതായത് അവരുടെ ആ ഒരു അതായത് വുഷു ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഫേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ, അദ്ദേഹത്തിന്റെ കോച്ച് പോലും ഇപ്പം നിലവിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ എന്താണ് പറയാനുള്ളത്? അത് ജസ്റ്റ് ബിഗ് ബോസിലേക്ക് കയറി പറ്റാനുള്ള ഒരു സംഭവം മാത്രമായിരുന്നോ? എങ്ങനെയാണ് പുള്ളിക്കാരി അവിടെ ഒന്ന് നിലനിന്ന് പോവാനായിരിക്കും നല്ല ഫേക്ക് ആയിട്ടുള്ള പ്ലേ കളിച്ച്. എന്താണ് കാണാത്തത്? ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ? അല്ലേ, താല്പര്യമില്ലാത്തതാണോ? എന്താണ് താല്പര്യത്തിന് കുറവെന്താണ് സംഭവിച്ചത്? ബിഗ് ബോസ് പരിപാടി ഫേക്ക് ആണ് അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പൊ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് അറിയോ? ബന്ധപ്പെട്ടിട്ട് അനിയൻ മിഥുൻ എന്ന് പറഞ്ഞ ഒരു കൺസേൺ അറിയത്തില്ല. അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഒന്നും അറിയില്ല. കാണുമ്പോഴേ ഓടിച്ചു. ഇതിപ്പം കത്തി നിൽക്കുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, എന്താണെന്ന് അറിയോ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണാറില്ല, എന്നാലും അറിയാം മിഥുന്റെ. അപ്പൊ ആ ഒരു വിഷയത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഫേക്ക് ആണെന്നൊക്കെയാണ് വന്നിട്ടുള്ള ഒരു വാർത്ത. അപ്പൊ അതിനെപ്പറ്റി എന്താണ്? അങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ഒക്കെ പറയാൻ വേണ്ടി പറ്റും? ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയൊക്കെ ഹൈപ്പിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോ അവൻ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു കാണോ? അത് ഇത്ര ഹൈപ്പ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അത് ഒരുപാട് തെറ്റുകൾ പലരും ചെയ്യണ്ടല്ലോ. ഇപ്പൊ രാഷ്ട്രീയക്കാരൻ എന്തൊക്കെ നുണകൾ പറയൂ. അപ്പൊ അത് ഇത്ര ഹൈപ്പിൽ വരുന്നില്ലല്ലോ. അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ടാവും ഫേക്കാന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ശരിക്കും ആ ഒരു പട്ടാളക്കാരെയും കൂടി ബാധിക്കുന്ന ഒരു വിഷയം കൂടിയല്ല. അപ്പൊ നല്ല രീതിയിൽ ഹൈപ്പ് കൊടുക്കുന്നതിൽ കൊണ്ട് തെറ്റുണ്ടോ? തെറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ എല്ലാരും കൂടി ചേർന്ന് ഒറ്റയ്ക്ക് ഒരാളെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ലല്ലോ. നമുക്ക് വാണിംഗ് കൊടുക്കാം. ജസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാനുള്ളൂ. ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് മാത്രമാണ്. കാണാറുണ്ടോ ബിഗ് ബോസ്? ഞാൻ കാണാറില്ല, വല്ലപ്പോഴൊക്കെ കണ്ടെങ്കിലേ ഉള്ളൂ. അനിയൻ മിഥുൻ എന്ന് പറഞ്ഞ ആളെ അറിയോ? ആ റീസണിൽ എന്തോ ഒരു പ്രശ്നമൊക്കെ കേട്ടു. എന്താണ് പ്രശ്നം? എന്താണ് അത്? ആരായാലും ഒരു തെറ്റ് കുറച്ച് തള്ളിയപ്പോ കൂടിപ്പോയി. ഇത് ചാനലാണോ? തള്ളു കൂടിയതാണ് പ്രശ്നം അല്ലേ? ആയിരിക്കണം. പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നല്ലേ? പ്രത്യേകിച്ച് ഒരു ആർമീനെ പറ്റിയൊക്കെ പറയുമ്പം
അപ്പോൾ ശ്രദ്ധിക്കണം. ഹായ് ഹലോ, എങ്ങനെയാണ് പേരെന്താണ്? സേതുലക്ഷ്മി. ബിഗ് ബോസ് കാണാറുണ്ടോ ഏഷ്യാനെറ്റിലെ? കാണാറുണ്ട് ഇടയ്ക്ക്. അനിയൻ മിഥുൻ അറിയോ? ആ അപ്പൊ ഇപ്പം കത്തി നിൽക്കുന്ന ഒരു വിഷയം അനിയൻ മിഥുനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പൊ അതൊക്കെ അറിയോ? ആ ഒരു ഗോസിപ്പ് ഒന്നും അറിയാം. പുള്ളി ഇങ്ങനെ തള്ളിമറിച്ച കാര്യങ്ങള്. എന്താണ് തള്ളി മറച്ച കാര്യങ്ങൾ എന്താണ്? തള്ളിമറിക്കലാണ് ഇപ്പൊ ഓരോരുത്തരും പ്രൂഫ് ചെയ്തോണ്ടിരിക്കുവാണല്ലോ. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത്തരത്തിലൊരു ഫേക്ക് ന്യൂസ് ആ ഒരു പ്രൊഫൈലിൽ വന്ന് പറയുന്നതിന്റെ ആ ഒരു സംഭവം ശരിയല്ല. ആളുടെ വിഷു ചാമ്പ്യൻഷിപ്പിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കോച്ചും കാര്യങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്, അത് ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ അതെങ്ങനെയാണ്? അത് ഫേക്കാന്ന് ഓൾറെഡി അവരിപ്പോ പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു കഥ കെട്ടിമണിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇപ്പം പ്രേക്ഷകർക്കാണെങ്കിലും മനസ്സിലായിട്ടുണ്ട് പറയുന്ന മൊത്തവും കള്ള എന്നുള്ളത്. എന്താണ് പേരെന്താണ്? കാർത്തികേയൻ, അസർ, നഹാസ്, രഞ്ജിത്ത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? TV ഷോസ് അതൊക്കെ കാണാറുണ്ടോ? അറിയില്ല. ഇല്ല ഇല്ല. ഇതിനെ പറ്റി അറിയോ ഇങ്ങനെ ഒരു TV ഷോ നടക്കുന്നത്? ഉണ്ട് അറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഈ അടുത്തായിട്ട് ഇപ്പം കത്തി നിൽക്കുന്ന ഇഷ്യൂ അതിനെ പറ്റി അറിയോ? ഇല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് സജീവമായിട്ട്? അപ്പൊ അതിലൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, റീൽസ് ആയിട്ടും ട്രോളായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അനിയൻ മിഥുൻ എന്ന് പറഞ്ഞൊരു താരം, ബിഗ് ബോസ് താരം, അദ്ദേഹത്തിന്റെ ഒരു കഥ പറയുന്ന സമയത്ത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഇങ്ങനെ കേട്ടായിരുന്നു. പക്ഷേ കേട്ടത് ഒരു എന്തോ ഒരു സോൾജറിന്റെ ഒക്കെ എന്തോ കാര്യമല്ലേ, എന്തോ ഒരു പട്ടാളത്തിന്റെ ഒക്കെ എന്തോ കാര്യമല്ലേ പറഞ്ഞത്? ശരിക്കും കറക്റ്റ് ആയിട്ട് എനിക്ക് കേട്ടില്ല. സംഭവം എന്നാ ഫേക്കാന്നൊക്കെ പറയുന്നത്. എന്താന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കറക്റ്റ് അറിയില്ല. ഫേക്കാന്ന് പറഞ്ഞ സമയത്ത് അതിങ്ങനെ ജസ്റ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടോന്ന് വെച്ചാൽ ചെറുതായിട്ട് നോക്കിയപ്പോ എന്താണ് കണ്ടത്? അല്ല, നമ്മൾ അതില് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വേറെ അതിനെ കുറിച്ച് കറക്റ്റ് ആണോ അല്ലേ നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞത് നമ്മൾ കണ്ടു. എന്താണ് ഹായ് പറയാനൊരു മടി? തിരിച്ച് ഹായ് ഒക്കെ പറയണ്ടേ? ഒരാൾ ഹായ് ഒക്കെ പറയുന്ന സമയത്ത് എന്താണ് പേരെന്താണ്? ഋഷിക. അഞ്ജലി. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് മലയാളം TV ഷോസ് ഒക്കെ കാണുന്ന ആൾക്കാരാണോ? ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മലയാളം TV ഷോനെ പറ്റി അറിയാമായിരുന്നോ? അറിയാം. എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരിപാടി? കാണാറില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. എങ്ങനെയാണ് അറിഞ്ഞത്? ലാസ്റ്റ് സീസണൊക്കെ ലൈക് ഫസ്റ്റ് സെക്കൻഡ് സീസണൊക്കെ പാരന്റ്സിന്റെ കൂടെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ട്രോള് ഇങ്ങനെ. ഇപ്പം നിലവിലൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെ പറ്റിയിട്ട് അങ്ങനെ എന്തെങ്കിലും അറിയാം? സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കത്തി നിൽക്കുന്ന ഒരു വിഷയം അറിയില്ല. അനിയൻ മിഥുൻ എന്ന് പറയുന്ന ഒരാളെ പറ്റി അറിയോ? ബിഗ് ബോസിലെ താരം. ഇല്ല. ഒരാളിങ്ങനെ മിലിറ്ററി ഇങ്ങനെ ഇതൊക്കെ എന്തോ ഗൺസ് എന്തോ കണ്ടിട്ടുണ്ടെന്നോ, സം റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്തോ തള്ളി വിട്ടു അങ്ങനെ എന്തോ കണ്ടത്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന്റെ അവസാനം എന്തായിരുന്നു? അവസാനം ദി പേഴ്സൺ ഡൈഡ് ആൻഡ് ദെൻ ഹി കുഡ് നോട്ട് കൺഫെസ് ടു ഹർ. അതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറയുന്നിട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഫേക്ക് ആണെങ്കിൽ ഫേക്ക് ആണ്, അല്ലെങ്കിൽ അല്ല. താൻ അതിനെ പറ്റി കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിലൊന്നും നോക്കിയിട്ടൊന്നുമില്ലേ? ജസ്റ്റ് ആ റീല് കണ്ട സമയത്ത് അതിന്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ? ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, ടു മേക്ക് പീപ്പിൾ ഇൻ ടു ദാറ്റ്, ആൻഡ് ഐ എം നോട്ട് ഇൻ ടു ദാറ്റ്. ആൻഡ് ഇഫ് ഇറ്റ്സ് നോട്ട് റിയൽ, ഇറ്റ്സ് നോട്ട് റിയൽ. ഇഫ് ഇറ്റ് ഇസ്, then it is. It does not concern me. He's not talking about anyone that I know. He is not anyone that I know. I have no relation to it, and yeah. Thank you so much. ഹായ് താത്ത. ഹായ്. എന്താണ് പേരെന്താണ്? ആയിഷ. ഇവിടെ തന്നെയാണോ സ്ഥലം? അല്ല, ഞങ്ങൾ നിലമ്പൂരാ. ഓക്കെ. അപ്പോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ മലയാളം TV ഷോ കാണാറുണ്ടോ? സീസൺ 5 ഇല്ല, അവര് കാണാറില്ല. അപ്പോ നമുക്ക് അറിയണമെന്ന് വെച്ചാൽ ഇപ്പൊ ബിഗ് ബോസിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, അതെന്താണെന്നറിയോ? മാരാരെ പറ്റിട്ടാ? അല്ല, മറ്റേതില്ലേ അഖിൽ എന്താ ഒരു ചോദ്യം ചോദിച്ചു, അതിനെ പറ്റിയാണോ? അവനെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. അനിയൻ മിഥുൻ എന്ന് പറഞ്ഞ ഒരു താരം, ബിഗ് ബോസ് താരം, ആളുടെ പ്രൊഫൈലിന്റെ ഒരു കഥ പറയുന്ന സമയത്ത് ഒരു ഫേക്ക് ന്യൂസ്, പിന്നെ പട്ടാളത്തില് എന്തോന്ന് പറഞ്ഞു. ആ ഒരു സംഭവത്തിനെ പറ്റി എന്താണ് അതൊക്കെ പറയാൻ? അതിനെപ്പറ്റി എനിക്ക് ശരിക്കും അറിയില്ല. മോഹൻലാൽ പറഞ്ഞില്ലേ, ലാലേട്ടൻ പറഞ്ഞില്ലേ,
അതിന് ഏട്ടൻ പറഞ്ഞതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. അതെ അതെ ലാലേട്ടൻ പറഞ്ഞാൽ ശരി. ചേച്ചിയുടെ പ്രതികരണം എങ്ങനെയാണ്? പ്രതികരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞു. പക്ഷേ അവൻ പറയണത് സത്യം എന്നല്ലേ, പിന്നെ അവൻ മാപ്പ് ചോദിച്ചല്ലോ. അത്തരത്തിലൊരു വലിയൊരു ഇത്രയും കോടാനുകോടികൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ ചോദിച്ചല്ലോ അപ്പം തന്നെ, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഹായ്, എന്താണ് പേരെന്താണ്? അമീർ. അമീർ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കാറുണ്ടോ, അല്ലെങ്കിൽ ടി വി ചാനലുകളാണോ കാണാറ്, എങ്ങനെയാണ്? ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറില്ല. ഇല്ലില്ല, ബിഗ് ബോസ് കാണാറേ ഇല്ല. ആ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്. ബിഗ് ബോസ് താരം അനിയൻ മിഥുനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും അറിയത്ത് പോലും ഇല്ല. എന്താണ് പേരെന്താണ്? ശില്പ. ഇവിടെ തന്നെയാണോ നാട്? അല്ല, അപ്പോ മലയാളം ടി വി ഷോസ് ഒക്കെ കാണുന്ന ആളാണോ? ഏത് പരിപാടിയാണ് കാണാറ്? ഞാൻ എങ്ങനെ വലുതായിട്ട് ടി വി ഒന്നും അങ്ങനെ കാണാറില്ല, ബിഗ് ബോസ് കാണാറുണ്ട്. കാണാറുണ്ട്. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ബിഗ് ബോസിൽ ഈ അടുത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനെ പറ്റി അറിയാം? ഇപ്പോ ക്ലാസ്സും വർക്കൊക്കെ ആയിട്ട് കാണാറില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെയാണ്, സജീവമാണോ? അല്ല, ബിഗ് ബോസ് കാണാത്ത സമയത്ത് അതിനെ ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? അതായത് നമ്മൾ എഫ് ബിയിലും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോ? ഇല്ലില്ല, എഫ് ബി ഒന്നുമില്ല എനിക്ക്. ഓക്കെ. അപ്പോൾ ഈ അടുത്ത അനിയൻ മിഥുൻ എന്ന് പറഞ്ഞൊരു ബിഗ് ബോസ് അറിയാം. അപ്പോൾ ആളുടെ ഈ അടുത്തായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു വാർത്ത എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ട്. എന്തോ ആള് തെറ്റായിട്ട്. എന്താണ് ആ ഒരു എന്തോ ഒരു പ്രശ്നം എന്താണ്? അറിയില്ല. എന്താണ് ഇപ്പം പറഞ്ഞില്ലേ, എന്താ ഫേക്ക് ന്യൂസ്? ഫേക്ക് ന്യൂസ് എന്തോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഫുൾ അതാണ് ഇൻസ്റ്റയിൽ ഇപ്പോൾ നടക്കുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ് അതിനെപ്പറ്റി? എനിക്ക് എന്താ കാര്യം എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. മിഥുൻ നല്ലൊരു പ്ലെയറാണ്. ഓക്കെ.